പിന്നെ അത് മനസ്സിലാക്കണം. അപ്പോ നമ്മൾ അമ്പലക്കടവിലെ ഉസ്താദ് തുറന്നെ പറഞ്ഞു, ആരോട്? മൗലവി നൗഷാദിനോട് തുറന്നു പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് സജീവമാക്കി തരണം, ഇതിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ ആളില്ല. നമ്മളെ എസ് കുട്ടികളെ ഗ്രൂപ്പായ ഗ്രൂപ്പിലൂടെ ഒക്കെ പറയാ ഇത് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയാണ്, ഇന്ന നേതാവ് പറയാ എന്തേ മെഡിക്കൽ കോളേജിന് പിന്നെ പഞ്ചായത്തേക്ക് മടക്കിയിട്ട് വലിയ ഉപകാരം കിട്ടും. മെഡിക്കൽ കോളേജിന് പഞ്ചായത്തേക്ക് മടക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അമ്പലക്കടവ് പറയണെന്ത് ഇതിൽ സുന്നത്ത് ജമാഅത്ത് വരാൻ ആളില്ല. ചേളാരി സമസ്തയെ നിയന്ത്രിക്കുന്ന, ചേളാരി സമസ്തയുടെ ജീവാത്മാവും പരമാത്മാവുമായ യാത്ര, ഏതൊരു യാത്ര? യാത്രയുടെ പേര് മറ്റേ വിമോചന യാത്ര നയിക്കുന്ന നായകനെ വളാഞ്ചേരിയിലെത്തിയപ്പോ എന്തായി? പോലീസ് സ്റ്റേഷന്റെ ആ പരിധിയിൽ നോ പാർക്കിങ്ങിൽ ബൈക്ക് നിർത്തിയിട്ട്, അപ്പൊ പോലീസുകാർ പറഞ്ഞു വണ്ടി മാറ്റിക്കാളി, ഇത് നോ പാർക്കിംഗ് ആണ്. അപ്പൊ എസ്കെക്കാർ പറഞ്ഞു നോ പാർക്കിങ്ങോ, ആ പ്രശ്നമൊന്നുമില്ല, ഞങ്ങള് ഇങ്ങനെ ഇത് വിമോചന യാത്ര എന്നൊക്കെ പറഞ്ഞാണ്ട് പോലീസുകാരോട് പറഞ്ഞാണ്ട് പോലീസുകാർ വണ്ടി മാറ്റി പറഞ്ഞു. വണ്ടി മാറ്റൂല. അങ്ങനെ പോലീസുകാർ 10 ബൈക്കിന്റെ കാറ്റ് വെച്ചിട്ട് എന്തായി? അമ്പലക്കടവിനോട് ഈ വിവരം പറയാം. ഞാനിപ്പോ അമ്പലക്കടവിന്റെ മധുരായി പറഞ്ഞു തരുന്നേ, അത് ഞാനിപ്പോ അമ്പലക്കടവിനൊന്ന് പരിചയപ്പെടുത്തി തരികപ്പറ്റി, വിഷയം വേറെ ഉണ്ടാവും, അതൊക്കെ. അപ്പൊ അമ്പലക്കടവിനോട് ഈ വിവരം പറഞ്ഞു നമ്മളെ, അല്ലെങ്കിൽ തന്നെ കാറ്റില്ലാത്തൊരു യാത്രയ്ക്ക് വേണ്ടി പോകണത്. എന്നിട്ട് അയിക്കൂടെ ഉള്ള ബൈക്കിന്റെ കാറ്റ് വെച്ചപ്പോ എന്താ? ഈ അമ്പലക്കടവ് പറഞ്ഞു കാറ്റ് വെച്ചോ, ഒഴിച്ച കാറ്റ് തിരിച്ചു തരണം. എന്നിട്ട് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മതിൽമേ എസ്കെക്കാർ വലിയ പണ്ഡിതനാപ്പതി ഒന്ന് ആലോചിച്ച് നോക്കി. മൂപ്പർക്ക് എന്നെ പിന്നെ ആ ഫോട്ടോ കണ്ടപ്പോ മാറ്റില്ലേന്ന് അയക്കണം ഇല്ലേ? അയക്കൂലേ? മൂപ്പര മതിൽമേ കയറിയിട്ട് പോലീസ് സ്റ്റേഷനിക്ക് മാർച്ച് ഒഴിച്ച കാറ്റ് തിരിച്ചു തരണം. എന്താ പതി? അപ്പൊ അങ്ങനത്തെ നേതാവാണ് അമ്പലക്കടവ്. ആ അമ്പലക്കടവ് തന്നെ പറഞ്ഞ് ഇതിന് സുന്നത്ത് ജമാഅത്ത് പറയാനൊന്നും ആളില്ല, ഇതിൽ വന്നിട്ടൊന്നാണ് സജീവമാക്കി. എന്നിട്ട് ഈ എസ് കുട്ടികളെ ഒന്നും തിരിയാത്ത പാവത്തുങ്ങൾ ഇവിടെ വന്നിട്ട് വരെ ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയാണ്, ആദർശം മുറുകെ പിടിച്ചിട്ട് സംഘടനയാണ്. അല്ല രസണ്ട്. അപ്പൊ മനസ്സിലാക്കണം നിങ്ങളെ, ഈ അമ്പലക്കടവിനെ പട്ടിക്കാട് ജാമിയാനൂരിന്റെ മൂക്കിന്റെ ചുവട്ടിൽ വെച്ചിട്ട് അതേ സാക്ഷാൽ വഹാബി നേതാവ് ഫൈസൽ മൗലവി വെല്ലുവിളിച്ചു, അമ്പലക്കടവ് വരണം വാദപ്രതിവാദത്തിന്, അമ്പലക്കടവ് വരണം വാദപ്രതിവാദത്തിന്. മുജാഹിദികൾ പറയുന്ന ഏത് വിഷയത്തിലും വാദപ്രതിവാദം നടത്താൻ, വ്യവസ്ഥാപിതമായ ഒരു വാദപ്രതിവാദം നടത്താൻ ഫൈസൽ മൗലവിയാകുന്ന തലകൊട്ടപ്പം മൗലവി തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഇന്ന് വരെ ഫൈസൽ മൗലവിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എസ്കന്റെ നേതാവ് അമ്പലക്കടവിന് കടുപ്പിട്ടില്ല എങ്കിലോ ഞങ്ങളൊന്ന് പറയുന്നു, പിരിച്ചുവിടൂ, നിങ്ങളെ സംഘടന പിരിച്ചുവിടൂ. അതന്നെ സക്രിയ സ്വലാം നന്ദിദാർ സലാമിന്റെ മൂക്കിന്റെ ഒട്ടിന് വെച്ച് പറഞ്ഞത്. അവിടെ വെച്ച് വിളിച്ചുങ്ങളെ മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ പേരിയും എസ്കക്കാര് പോകും. എസ്കക്കാർക്കും അതിന് കിതാബോധി പഠിച്ചണ്ടേ, ഇമാരത്ത് വായിക്കേണ്ട അർത്ഥം പറയാൻ വയ്ക്കണ്ടേ? അതിന് പറ്റൂലല്ലോ. മാത്രമല്ല അനീഫ താഴ്പടിയനടക്കം ഇവരെ വെല്ലുവിളിച്ചിട്ട് എവിടേക്കാണ് പോയിട്ടുള്ളത്? അതേസമയത്ത് ആ വെല്ലുവിളിയൊക്കെ ഒരു ഏൽപ്പിക്കാരനെ, ഒരു SSF-കാരനെ, ഒരു വഹാബി എവിടെന്നെങ്കിലും വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ആ വഹാബിന്റെ വെല്ലുവിളി മറുത്തിട്ടുള്ള ചരിത്രം ഉള്ളത് മനസ്സിലാക്കിക്കോളി. നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്ത് വരെ ആളില്ലാന്ന് അമ്പലക്കടവ് പറഞ്ഞത്. അമ്പലക്കടവിനെ തന്നെ പട്ടിക്കാട് വെച്ചിട്ടേ ഞാൻ പട്ടിക്കാടിന് കണക്ക് കൂട്ടുന്നത് ആ വെല്ലുവിളി അമ്പലക്കടവ് ഏറ്റെടുക്കാത്ത അതിയായ ഒരു ദുഃഖം എനിക്ക്, സങ്കടമുണ്ട്. എന്നിട്ട് ഫൈസൽ മൗലവി അങ്ങനെ വെല്ലുവിളിച്ചിട്ടേ എന്നിട്ട് രസം കിട്ടോ. അതിനിപ്പോ ആരും മറുപടി വന്നതോ? ഈ കണ്ണിന് കുറുമ്പാടിയാൽ ചെവിയിലാരെങ്കിലും വെള്ളം പാരുന്ന ഇമാരെ? ഇനിയിപ്പൊ കണ്ണിലെന്നെ വെള്ളം പാരൂലല്ലോ, അതൊന്ന് ഊതിക്കൊടുക്കുക, അല്ലെങ്കിൽ തുണി തലക്കൊടുത്ത് കുറച്ചൊക്കെ ഇന്നപ്പോ കുറുമ്പാട് പോലും. അമ്പലക്കടവിനെ വെല്ലുവിളിച്ചിട്ട് കുയ്മണ്ണേ പോയത്. എന്നിട്ട് അവിടെ രസമുണ്ട്. അമ്പലക്കടവ് സുബ്ഹാനല്ലാഹ് അന്നിങ്ങനെ ഗ്രൂപ്പ് കൂടെ കയറി 1:40 മിനിറ്റോ 1 മിനിറ്റ് 40 സെക്കൻഡൊക്കെ തോന്നുന്നത് ഒരു ഓടി എങ്ങനെ അമ്പലക്കടവ് വരിക. ഞാൻ ആ KSRTC ഫ്രണ്ട്സും പറഞ്ഞ ഫ്ലിപ്പാരെങ്കിലും മതിലുണ്ടെങ്കിൽ അത് കുടിമണ്ണൊക്കെ ഇന്ന് അവിടെ പ്രസംഗിക്കുമ്പോ കൊടുക്കണം. നോക്കിങ്ങള് സ്വന്തത്തിൽ പ്രസംഗിച്ച CD ആലോചിച്ച് നോക്കി. അത് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. അമ്പലക്കടവിനെ ഇപ്പൊ ഈ വെല്ലുവിളിച്ചിട്ടുള്ളത് മുപ്പരുന്നിട്ട് പോകാതെ അവിടെ സുജായിയായി കുത്തന്നിട്ട് കുയ്മണ്ണാണ് വിട്ടയച്ചിരിക്കുക. കുയ്മണ്ണാറിനപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിയില്ലേ? അതങ്ങനെ തന്നെ. പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. KNJ മീഡിയ.